ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ എവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനവിഷയം സൽഗുണ പൂർണ്ണരാകുവീൻ. സൽഗുണ പൂർണ്ണരാകുവീൻ. എപ്പിസോഡ് 612 ഇന്ന് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. എല്ലാവരും ഓണം ഉണ്ട്, ആ കളികൾ ആശ്വസിച്ച് വളരെ മത്തരായി ജീവിക്കുന്ന ഈ കാലത്ത് നാം നമ്മുടെ രക്ഷിതാവിനെ അന്വേഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. ഓണമൊക്കെ കഴിഞ്ഞു, ഇനിയും നമുക്ക് ദൈവത്തിലേക്ക് തിരിയാം. സൽഗുണപൂർണ്ണരാകുവീൻ എന്ന ധ്യാനവിഷയത്തിൽ നമുക്ക് അല്പസമയം ചിന്തിക്കാം. AD 1907 കോട്ടയം CMS കോളേജിൽ ഭാരതത്തിലെ വിദ്യാഭ്യാസ വികസനത്തിനായുള്ള കമ്മീഷൻ തിരഞ്ഞെടുപ്പിനായി എത്തി. ഭാരതത്തിൽ 90 വർഷം പൂർത്തിയായ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം വേറെ ഇല്ലാതിരുന്നതിനാൽ മികവിൻ്റെ കേന്ദ്രമെന്ന് നാമകരണം ചെയ്തു. അക്കാലത്ത് കേരള സമൂഹം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു. വിദ്യാഭ്യാസ വികസനത്തിനായുള്ള ആഹ്വാനം ഒരു വശത്ത്, ക്ഷാമവും പട്ടിണിയും മറുവശത്ത്, രോഗികളെ ശുശ്രൂഷിക്കുവാൻ തരമില്ലാതെ ആളുകൾ ചത്തൊടുങ്ങുന്നു, സാമ്പത്തിക ക്ലേശം, പകർച്ചവ്യാധികൾ, അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ. 1910 ലോകത്തിലെ ക്രൈസ്തവ നേതാക്കൾ എഡിൻബറോയിൽ സമ്മേളനത്തിൻ്റെ ഓർമ്മ പുതുക്കുവാനായി കോട്ടയത്ത് ഒത്തുകൂടി. അതായത് 1910 ലോകത്തിലെ ക്രൈസ്തവ നേതാക്കൾ എഡിൻബറോയിൽ സമ്മേളിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുവാനായി കോട്ടയത്ത് ഒത്തുകൂടി. ആംഗ്ലിയൻ യൂത്ത് കൺവെൻഷൻ എന്ന പേരിൽ വിഖ്യാതമായ ഈ സമ്മേളനം ഏഷ്യയിലെ ആദ്യത്തെ യുവജന സമ്മേളനം കൂടിയായി. CSI യുവജന പ്രസ്ഥാനമായി പിൽക്കാലത്ത് വളർച്ച നേടിയ സമ്മേളനത്തിൻ്റെ ഫലമായി ഒട്ടനവധി മിഷണറി പ്രസ്ഥാനങ്ങൾ, സാമൂഹ്യ കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കേരളത്തിൽ നിന്ന് ആന്ധ്രയിലെ കരീംനഗർ കേന്ദ്രമാക്കി പർക്കാൻ മിഷൻ, കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാന പ്രസംഗങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ, ഇതര മതസ്ഥരെ ചേർത്ത് പന്തി ഭോജനം തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ ഉടലെടുത്തു. കോട്ടയത്ത് ചേർന്ന സമ്മേളനത്തിൽ ലോക നേതാക്കളെ അഭിസംബോധന ചെയ്ത് ബിഷപ്പ് ചാൾസ് ഹോപ്പ് ഹിൽ പ്രസംഗിച്ചത് സൽഗുണ പൂർണ്ണരാകുന്നതിൻ്റെ കാരണങ്ങളെ കുറിച്ചായിരുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 5-ാം അധ്യായം 48 റഫറൻസ് നോക്കുക. യുവജന പ്രസ്ഥാനത്തിൻ്റെ ആപ്തവാക്യമായി സ്വീകരിച്ചതും ഇതേ വാചകം തന്നെയാണ്. ഉത്തർപ്രദേശിലെ രാംപൂരിൽ ഹരിദ്വാർ മുതൽ കൊരിയാലി വരെ വ്യാപിച്ചു കിടക്കുന്ന ഭൂകമാണ് തറായി. ഘോര വനമായിരുന്ന ആ പ്രദേശം നരഭോജികളായ കടുവകളുടെ വിഹാര രംഗമായിരുന്നു. ജിം കോർബറ്റ് എന്ന വ്യക്തി കടുവകളെ നേരിടുന്നതിൽ കാണിച്ച ധീരത അനേകം വീരഗാഥകളിലൂടെ പ്രസിദ്ധങ്ങളാണ്. ഒരിക്കൽ ആഗ്രയിൽ നിന്ന് കുടിയേറിയ അഗർവാൾ എന്ന വ്യക്തി ആ പ്രദേശം കൃഷിഭൂമിയാക്കുവാൻ അധ്വാനിക്കുകയുണ്ടായി. അദ്ദേഹം ഓരോ കാർഷിക വിളവുകളായി നിലം ഒരുക്കുകയും ഓരോന്നിനായി അധ്വാനിക്കുകയും ചെയ്തു. എന്നാൽ ഒന്നും ഫലപ്രദമായി ആക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അവിടെ അന്നുണ്ടായിരുന്ന സ്വാത്വികനായ ഒരു ഋഷിയുടെ അടുക്കലെത്തി അഗർവാൾ പ്രശ്നം ഉണർത്തിച്ചു. തപസശ്രേഷ്ഠനായ ഋഷിവര്യൻ ഇങ്ങനെ പറഞ്ഞു: എല്ലാത്തരം കൃഷിയും പരീക്ഷിക്കുക. വൈവിധ്യമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം. എല്ലാം പരസ്പര ബന്ധിതങ്ങളാണ്. ഓരോ വിളകളായി മാത്രം നിങ്ങൾക്ക് കൃഷി ചെയ്യാനാവില്ല, എല്ലാം വിളയിക്കുക എന്ന് അദ്ദേഹത്തോട് ആഹ്വാനം ചെയ്തു. അഗർവാൾ ഋഷിവരൻ്റെ ഉപദേശം സ്വീകരിച്ചു. എല്ലാത്തരം വിളകളും കൃഷി ചെയ്തു. തറായി പ്രദേശത്ത് കനകം വിളയിച്ചു. മൂല്യങ്ങളും മനുഷ്യനിൽ വിളങ്ങേണ്ട ഗുണങ്ങളും അങ്ങനെയാണ്. ഒന്നു മാത്രമായി നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിയുകയില്ല. എല്ലാ മൂല്യങ്ങളും ഗുണങ്ങളും പരസ്പരം ബന്ധിതങ്ങളാണ്. അവയെ വിളയിക്കുന്നതിനായി പ്രതിഭകളും മഹത്വം നിലകൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രതിഭകളുടെ മഹത്വം നിലകൊള്ളുന്നത് അതിനെ ശരിയായ രീതിയിൽ ഉപയോഗത്തിൽ വരുത്തുമ്പോൾ ആണ്. വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമ
ലോകത്തോട് പറഞ്ഞ യേശു ക്രിസ്തുവും സ്വർഗീയ പിതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സൽഗുണപൂർണരാകുവാൻ ആവശ്യപ്പെടുന്നു. സൽഗുണപൂർണരാകുവീൻ എന്ന ആഹ്വാനത്തിന് വേദപുസ്തകവുമായി 4 വിചാരങ്ങൾ നൽകുവാൻ കഴിയും. പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രത്യാശ നിർഭരമായ സമയങ്ങളിലും ഫലകരമായ സാക്ഷ്യം നിർവഹിക്കുവാൻ കഴിയുന്നു. രണ്ടാമത്തത്, ഏതെങ്കിലും ഒരു സമയത്തല്ല, ജീവിതത്തിലെ ചില നിമിഷങ്ങളിലുമല്ല, മറിച്ച് എല്ലാ നേരത്തും അസമയത്തും ഒരുങ്ങുകയും ചെയ്യുന്നു. മൂന്നാമത്തേത്, പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളെല്ലാം ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. നാലാമത്തത്, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല എന്ന തിരുവചനത്തെ ആധാരമാക്കി യേശു ക്രിസ്തുവിൽ വസിക്കുവാൻ ഉള്ള പരിശീലനം തേടുന്നുവെന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാകും. സന്തോഷം ഒരു പരിപൂർണതയാണ്. ദൈവസന്നിധിയിലെ പ്രമോദങ്ങളെക്കുറിച്ച് പറയുന്ന വേളയിൽ രക്ഷയുടെ സന്തോഷം തിരികെ ലഭിക്കണമെന്ന് അഭയയാചന കഴിക്കുന്ന സങ്കീർത്തനക്കാരൻ ആശ്വാസത്തിന്റെ ഇടം കണ്ടെത്തുന്നു. എല്ലാ കുറ്റങ്ങളും ഒരു വ്യക്തിയിൽ ആരോപിക്കുന്നത് ശരിയല്ല. എല്ലാ ഗുണങ്ങളും ഒരു വ്യക്തിയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതും നിരർത്ഥകമാണ്. എന്നാൽ വ്യക്തികൾ ക്രിസ്തുവിനോടൊത്ത് സഞ്ചരിക്കുമ്പോൾ സൽഗുണപൂർണരാകുന്നു. ഒരു മാവിന്റെ ചുവട്ടിൽ നിക്ഷേപിക്കുന്ന ചാണകം ദുർഗന്ധം വമിക്കുന്നതാണെങ്കിലും മണ്ണിലെ ചില പ്രവർത്തനങ്ങൾക്ക് ശേഷം പരിവർത്തനത്തിന് വിധേയമായി വേരുകളിലൂടെ തായ്തടികളിലൂടെ ആകീർണം ചെയ്ത് ഏറെ ദിവസങ്ങൾക്ക് ശേഷം ശാഖാഗ്രഹങ്ങളിൽ പ്രതീക്ഷയുടെ നാമ്പുകൾ പോലെ പൂക്കുലകൾ പ്രത്യക്ഷമാവുകയും രുചികരമായ മാങ്ങയായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്നു. ക്രിസ്തു ആകുന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഫലകരമായ സാക്ഷ്യത്തിന് അവകാശികളാകുന്നു. ക്രിസ്തുവിനോടൊപ്പം ഒരു ചുവട് വയ്ക്കുവാനുള്ള സന്നദ്ധതയാണ് സകല നൽവരങ്ങളും പ്രാപിക്കുന്നതിനുള്ള ആദ്യപടി. സഹനത്തിന്റെ പാതയിൽ വളരുകയാണ് നാം ചെയ്യേണ്ടത്. സ്വയം സമർപ്പിതരായി ക്രിസ്തുവിനെ കണ്ടെത്തുകയും ക്രിസ്തുവുമായുള്ള അകലം കുറയ്ക്കുകയും വേണം. ശിഷ്യന്മാർക്ക് സാധിക്കാതെ പോയ കാര്യം ചെയ്തെടുക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്നതിലാണ് വിശ്വാസ സമൂഹം വളർച്ച പ്രാപിക്കുന്നത്. സ്പെയിനിന്റെ കോളനികളിൽ പിച്ചവെച്ച് നടന്നു തുടങ്ങുന്ന പൈതങ്ങൾക്ക് മുമ്പിൽ ചില വസ്തുക്കൾ വെച്ചിട്ട് അവർ തിരഞ്ഞെടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി പ്രവചിക്കുന്ന രീതി ഉണ്ട്. ഒരു മതഗ്രന്ഥം, കുറെ നാണയത്തുട്ടുകൾ, പിന്നെ ഒരു ആകർഷകമായ ആപ്പിളും വെക്കുമ്പോൾ മതഗ്രന്ഥം തിരഞ്ഞെടുത്താൽ ദൈവത്തെ അന്വേഷിക്കുന്നവരാകുമെന്നും നാണയത്തുട്ടുകൾ എടുത്താൽ ബിസിനസ്സുകാരനാകുമെന്നും ആപ്പിൾ എടുത്താൽ സുഖലോലുപരാകുമെന്നും കരുതിയിരുന്നു. ഒരിക്കൽ ഒരു പൈതൽ ചെന്ന് ആപ്പിൾ എടുത്ത് കഴിച്ചിട്ട് മതഗ്രന്ഥം ഇടത്ത് കയ്യിലും നാണയത്തുട്ടുകൾ വലത്ത് കയ്യിലും എടുത്ത് നടക്കുവാൻ ശ്രമിക്കുകയുണ്ടായി. മുതിർന്നവർ ആ പൈതൽ ഒരു രാഷ്ട്രീയ നേതാവാകുമെന്ന് പറയുകയുണ്ടായി. മതത്തെ ഉപയോഗിക്കുകയും ബിസിനസ് നടത്തുകയും രാഷ്ട്രീയ ശക്തി പ്രയോഗിക്കുകയും ചെയ്യുന്ന നേതാക്കളിൽ നിന്ന് വിഭിന്നരാകുവാൻ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. സർവവും ത്യജിക്കുവാനും വിലയേറിയ മുത്തായ ക്രിസ്തുവിനെ കണ്ടെത്തുവാനും ആഹ്വാനം ചെയ്യുന്ന ക്രിസ്തു വസ്തുക്കളെക്കാൾ വസ്തുതയും വാസ്തവവും അറിയുവാൻ പ്രേരണ നമുക്ക് നൽകുന്നു. ഇത് കൃത്യമായി നാം മനസ്സിലാക്കുന്നുവെങ്കിൽ, ദൈവത്തോട് നാം അടുത്ത് ചെല്ലുന്നുവെങ്കിൽ, അവൻ്റെ സൽഗുണങ്ങളെ നാം കൃത്യമായി മനസ്സിലാക്കുന്നുവെങ്കിൽ, അവൻ നമുക്ക് തന്നിട്ടുള്ളതായ കൃപാവരങ്ങളെ നാം തിരിച്ചറിയുന്നുവെങ്കിൽ, അതിനെ എല്ലായ്പ്പോഴും നന്ദി പറയുകയും അവനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും നാം ചെയ്യുമ്പോൾ, സൽപ്രവൃത്തികൾ നാം ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ ഒരിക്കലും ഉപദ്രവിക്കില്ല എന്നുള്ളൊരു സത്യപ്രതിജ്ഞ നാം ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.